2026 ജനുവരി 16 സിറാജ് എഡിറ്റോറിയൽ. കയ്യേറ്റം അവർ കാണും, ഒരു വിഭാഗത്തിന്റെ മാത്രം. ഭൂമി കയ്യേറ്റം ആരോപിച്ച് മസ്ജിദുകൾക്കും ദർഗകൾക്കുമെതിരെ പൊതുതാൽപര്യ ഹർജി സമർപ്പിക്കുന്ന ഹിന്ദുത്വർക്കെതിരെ കടുത്ത വിമർശനമാണ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസമുണ്ടായത്. ഡൽഹി ഗ്രീൻ പാർക്കിലെ ജുമാ മസ്ജിദ് സർക്കാർ ഭൂമി കയ്യേറ്റം നടത്തിയെന്നാരോപിച്ച് സംഘ് പരിവാർ സംഘടനയായ NGO സേവ് ഇന്ത്യ ഫൗണ്ടേഷൻ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ വിമർശനം. നിങ്ങൾ ഒരു വിഭാഗത്തിന്റെ കയ്യേറ്റം മാത്രമേ കാണുന്നുള്ളൂ, മറ്റു വിഷയങ്ങളൊന്നും കാണുന്നില്ലേ എന്ന് ചോദിച്ച കോടതി വംശീയ ചിന്ത വെടിഞ്ഞ് സാമൂഹിക സേവനത്തിന്റെ വഴികൾ സ്വീകരിക്കാൻ സംഘടനയെ ഉപദേശിക്കുകയും ചെയ്തു. പൊതു താൽപര്യ ഹർജികൾ ദുരുപയോഗം ചെയ്യരുതെന്നും ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്ര കുമാർ ഉപാധ്യായയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് സേവ് ഇന്ത്യ ഫൗണ്ടേഷനെ ഉപദേശിച്ചു. 2022 ഏപ്രിലിൽ ഡൽഹിയിലെ ബുറാഡയിൽ അധികൃതരുടെ അനുമതിയില്ലാതെ സംഘടിപ്പിച്ച ഹിന്ദു മഹാപഞ്ചായത്തിൽ മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസംഗം നടത്തിയ പ്രീതി സിംഗ് ആണ് സേവ് ഇന്ത്യ ഫൗണ്ടേഷന്റെ സ്ഥാപകൻ. ഈ സംഭവത്തിൽ IPC 34 വകുപ്പനുസരിച്ച് പ്രീതി സിംഗിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്തിരുന്നു. മറ്റു പല മസ്ജിദുകൾക്കുമെതിരെയും കയ്യേറ്റം ആരോപിച്ച് കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ സംഘടന. ഡൽഹി തുർക്കുമാൻ ഗേറ്റിലെ സയ്യിദ് ഫൈസ ഇലാഹി മസ്ജിദിന്റെ അനുബന്ധ കെട്ടിടങ്ങൾ അടുത്തിടെ മുനിസിപ്പൽ കോർപ്പറേഷൻ പൊളിച്ചു നീക്കിയത് സേവ് ഇന്ത്യ ഫൗണ്ടേഷന്റെ ഹർജിയിലായിരുന്നു. ഡൽഹിയിലും ഉത്തരേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലും പൊതുഭൂമി കയ്യേറി സ്ഥാപിച്ചതും ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ പൊതുനിരത്തിലേക്ക് തള്ളി നിൽക്കുന്നതുമായ നിരവധി ക്ഷേത്രങ്ങളുണ്ട്. മായാപുരി ചൗക്കിലെ കാളാമാതാ മന്ദിർ, ചാന്ദിനി ചൗക്കിലെ ഹനുമാൻ ക്ഷേത്രം, സബ്ജി മണ്ഡിയിലെ ശിവമന്ദിർ, GT കർണാൽ റോഡിലെ ഖാട്ടു ശ്യാം ക്ഷേത്രം, വടക്കുകിഴക്കൻ ഡൽഹിയിലെ ഹനുമാൻ ക്ഷേത്രം, കരോൾബാഗിലെ ഭീമൻ ഹനുമാൻ പ്രതിമ തുടങ്ങിയവ ചുരുക്കം ഉദാഹരണങ്ങൾ. കരോൾബാഗ് മേഖലയിലെ തിരക്കേറിയ റോഡുകളിലും ഫുട്പാത്തുകളിലും വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും പ്രയാസം സൃഷ്ടിക്കുന്ന നിരവധി ചെറിയ ക്ഷേത്രങ്ങൾ കാണാം. ഡൽഹി സർക്കാരിന്റെ പ്രത്യേക റിലീജിയസ് കമ്മിറ്റിയുടെ പരിശോധനയിൽ ഗുരുതരമായ രീതിയിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന തരം 20ലേറെ ആരാധനാലയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ പലതും പൊളിച്ചു നീക്കാൻ അധികൃതർ ഉത്തരവിട്ടതുമാണ്. എന്നാൽ ക്ഷേത്രങ്ങളാകുമ്പോൾ ആർക്കും പ്രശ്നമില്ല. ഒരു സംഘടനയും അതിനെതിരെ കോടതിയെ സമീപിക്കാറുമില്ല. അധികൃതർ കണ്ട ഭാവവും നടിക്കുന്നില്ല. നിർബന്ധിതാവസ്ഥയിൽ പൊളിച്ചുമാറ്റിയാൽ തന്നെ നിയമത്തെയും ഭരണകൂടത്തെയും വെല്ലുവിളിച്ച് അവിടെ തന്നെ പുനഃസ്ഥാപിക്കുകയും ചെയ്യും. ചാന്ദിനി ചൗക്കിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് റോഡിന്റെ നടുവിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു ഹനുമാൻ ക്ഷേത്രം ഇതിനിടെ അധികൃതർ പൊളിച്ചു മാറ്റിയിരുന്നു. ദിവസങ്ങൾക്കകം തന്നെ അവിടെ പുതിയ ക്ഷേത്രം ഉയർന്നു വന്നു. മുസ്ലിം ആരാധനാലയങ്ങളോ പുണ്യകേന്ദ്രങ്ങളോ ആകുമ്പോഴാണ് കയ്യേറ്റ ആരോപണം ഉയർന്നു വരുന്നതും പ്രശ്നം കോടതികളിലെത്തുന്നതും. ഒരു വിഭാഗത്തിന്റെ കയ്യേറ്റം മാത്രമേ കാണുന്നുള്ളൂവെന്ന് സേവ് ഇന്ത്യ ഫൗണ്ടേഷനോട് കോടതി ചോദിച്ചതിന്റെ സാഹചര്യം ഇതാണ്. ആരാധനാലയം മുസ്ലിങ്ങളുടേതാണെങ്കിൽ എത്ര വേഗത്തിലാണ് അധികൃതരുടെ നടപടികൾ? പരാതി ഉയരേണ്ട താമസം ബുൾഡോസർ പാഞ്ഞെത്തി ഇടിച്ചു നിരപ്പാക്കും. കെട്ടിടം നിയമപരമോ അനധികൃതമോ എന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തുകയോ നോട്ടീസ് നൽകി കെട്ടിട ഉടമകളുടെ വിശദീകരണം കേൾക്കുകയോ ചെയ്യാറില്ല. 2 ദിവസം മുമ്പാണ് മധ്യപ്രദേശ് ബെതുൽ ജില്ലയിൽ 20 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച സ്കൂൾ കെട്ടിടം ജില്ലാ ഭരണകൂടം പൊളിച്ചു നിരപ്പാക്കിയത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് സൗകര്യം കുറവായ പ്രദേശത്തെ വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കി അബ്ദുൽ നഈം എന്ന വയോധികൻ നിർമ്മിച്ച സ്കൂൾ കെട്ടിടമാണ്. അവിടെ മദ്രസ പ്രവർത്തിക്കുന്നുവെന്ന സംഘ് പരിവാർ കള്ളപ്രചാരണത്തെ തുടർന്ന് അധികൃതർ തകർത്തത്. അബ്ദുൽ നഈമിന്റെയും നാട്ടുകാരുടെയും വിശദീകരണത്തിന്റെയും അവർ സമർപ്പിച്ച രേഖകളുടെയും അടിസ്ഥാനത്തിൽ പ്രാദേശിക ഭരണകൂടം കെട്ടിടത്തിൽ നഴ്സറി പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകിയതാണ്. എന്നാൽ ജില്ലാ ഭരണകൂടം സംഘ് പരിവാറിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുകയായിരുന്നു. കല്ലും സിമന്റും ചേർന്ന ഒരു കെട്ടിടമല്ല ഗ്രാമീണ ഇന്ത്യയിലെ സ്കൂൾ. സാമൂഹിക മുന്നേറ്റത്തിന്റെ ഭാവി പ്രതീക്ഷകളുടെ കേന്ദ്രമാണ്. കൃഷിയിലും ദിവസവേതനത്തിലും ജീവിതം തള്ളി നീക്കുന്ന 2000-ഓളം പേരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള സ്വപ്നമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ബുൾഡോസർ നടപടിയിൽ തകർന്നത്. ദൂരെ അയച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ സൗകര്യമോ സാമ്പത്തിക ശേഷിയോ ഇല്ലാത്ത ഗ്രാമീണ
ഗ്രാമീണ ജനതയ്ക്ക് അവിടെ ഒരു സ്കൂൾ അനിവാര്യമായിരുന്നു. അത് കണ്ടറിഞ്ഞാണ് ഉദാരമതിയും സാമൂഹിക പ്രവർത്തകനുമായ അബ്ദുൽ നഈം വലിയൊരു തുക സ്വയം ചെലവിട്ട് കെട്ടിടം നിർമ്മിക്കാൻ മുന്നോട്ട് വന്നത്. നിർമ്മാതാവ് മുസ്ലിമായിപ്പോയി എന്ന ഒറ്റക്കാരണത്താലാണ് സംഘപരിവാർ അതിനെതിരെ കുപ്രചാരണങ്ങളുമായി രംഗത്ത് വന്നത്. ഭരണഘടന വിദ്യാഭ്യാസത്തെ പൗരന്മാരുടെ അവകാശമായി അംഗീകരിച്ചതാണ്. എന്നാൽ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുന്നതിൽ മധ്യപ്രദേശ് സർക്കാർ കനത്ത പരാജയമാണ്. സംസ്ഥാനത്തെ 83,000-ലധികം സ്കൂളുകളിൽ 200ഓളം കെട്ടിടങ്ങളില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് കണക്ക്. 3,700 സ്കൂളുകളിൽ ആവശ്യത്തിന് ശുചിമുറിയില്ല. ഇത്തരമൊരു സാഹചര്യത്തിലും ഒരു കൈത്താങ്ങ് സഹായത്തിനാരെങ്കിലും തുനിഞ്ഞാൽ അയാളുടെ മതം നോക്കി പ്രതികരിക്കുന്ന സ്ഥിതിവിശേഷവും. വംശീയ വർഗീയ ചിന്ത നമ്മുടെ രാജ്യത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത്?